PSC അറിവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് സ്കൂൾ പാഠപുസ്തക ചോദ്യങ്ങൾ ഫിസിക്സ് ചാപ്റ്റർ അടിസ്ഥാനത്തിൽ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് പഠിച്ചു പോവാവേ. ആദ്യത്തെ ക്ലാസ് ഇത് കേട്ടോ. ഓക്കെ, തുടർ ക്ലാസ്സുകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക. പ്രയോജനപ്രദമെങ്കിൽ ലൈക്ക് ചെയ്യുക. കേരള PSCയുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ ഉൾപ്പെടെ എല്ലാ കാര്യവും ഞാൻ നിങ്ങളെ നമ്മുടെ ചാനലിലൂടെ അറിയിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കിയോ. ഊർജത്തെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ കഴിയില്ല, ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ മാത്രമേ കഴിയൂ എന്ന് പ്രതിപാദിക്കുന്ന നിയമമാണ് ഊർജ സംരക്ഷണ നിയമം. ഊർജത്തെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ കഴിയില്ല, ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ മാത്രമേ കഴിയൂ എന്ന് പ്രതിപാദിക്കുന്ന നിയമം ഏതാണ്? ഊർജ സംരക്ഷണ നിയമം. ഇനി അടുത്ത് നോക്കിയേ. വാതകങ്ങളുടെ ഊർജം അവയുടെ മർദ്ദം വ്യാപ്തം എന്നാണ്. വാതകങ്ങളുടെ ഊർജം അവയുടെ മർദ്ദം, വ്യാപ്തം, താപനില എന്നിവയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ രൂപീകരിച്ച ശാസ്ത്രജ്ഞൻ. വാതകങ്ങളുടെ ഊർജം അവയുടെ മർദ്ദത്തിനെ വ്യാപ്തം അല്ലെങ്കിൽ താപനില എന്നിവയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ രൂപീകരിച്ച ശാസ്ത്രജ്ഞൻ താഴെ പറയുന്നവരിൽ ആരാത്? ജെയിംസ് പ്രെസ്കോട്ട് ജൂളാണ്. ഒരു സർക്യൂട്ടിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ താപോർജം രൂപപ്പെടുന്ന പ്രവർത്തനമാണ് ജൂൾ ഹീറ്റിംഗ്. ഒരു സർക്യൂട്ടിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ താപോർജം രൂപപ്പെടുന്ന പ്രവർത്തനമാണെന്ത്? ജൂൾ ഹീറ്റിംഗ് എന്ന് പറയുന്നത്. ഒരു കലോറി 4.2 ജൂളാണ്. ഒരു കലോറി 4.2 ജൂളാണ്. വൈദ്യുത താപന ഉപകരണങ്ങളിൽ വൈദ്യുതോർജം എന്തായിട്ടാണ് മാറുന്നത്? വൈദ്യുത താപന ഉപകരണങ്ങളിൽ വൈദ്യുതോർജം എന്തായി മാറുന്നു? തേപ്പൂട്ടിയിലൊക്കെ എന്താ? താപോർജമായിട്ടാണ് അല്ലേ? വൈദ്യുത താപന ഉപകരണങ്ങളിൽ വൈദ്യുതോർജം താപോർജമാകുന്നു. ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് എന്താ? ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് നിക്രോമാണ്. നിക്രോമിൽ അടങ്ങിയിരിക്കുന്ന ലോഹസങ്കരങ്ങൾ നിക്കല്, ക്രോമിയം, ഇരുമ്പാണ്. നിക്രോം എന്നുള്ളതിൽ നിന്ന് നമുക്ക് ആദ്യത്തെ രണ്ടെണ്ണം കിട്ടും. നിക്കൽ, ക്രോമിയം അല്ലേ? നിക്കൽ, ക്രോമിയം, പിന്നെ ഒരു ഇരുമ്പും കൂടെ ഉണ്ട്. നിക്കൽ, ക്രോമിയം, അയൺ അല്ലെങ്കിൽ ഇരുമ്പാണ്. ഇനി ഹീറ്റിംഗ് കോയിലിൽ താപം ഉൽപ്പാദിപ്പിക്കുന്ന ഉപകരണമുണ്ട്. അല്ലാതെ ഹീറ്റിംഗ് കോയിൽ അതിൽ ഉൾപ്പെടുത്താതെ ഹീറ്റിംഗ് കോയിൽ ഇല്ലാതെ താപം ഉൽപ്പാദിപ്പിക്കുന്ന ഉപകരണങ്ങൾക്ക് ഉദാഹരണമാണ് മൈക്രോവേവ് ഓവനും ഇൻഡക്ഷൻ കുക്കറും. മൈക്രോവേവ് ഓവനാണെങ്കിൽ താപം ഉൽപ്പാദിപ്പിക്കാൻ എന്താണ്? മൈക്രോവേവ് തരംഗമാണ്. ഇതാണെങ്കിൽ ഇൻഡക്ഷൻ കുക്കറിലാണെങ്കിലോ എഡ്ഡി കറണ്ടാണ്. അപ്പോൾ ഹീറ്റിംഗ് കോയിൽ ഇല്ലാതെ താപം ഉൽപ്പാദിപ്പിക്കുന്ന ഉപകരണങ്ങൾക്ക് ഉദാഹരണമാണ് മൈക്രോവേവ് ഓവനും ഇൻഡക്ഷൻ കുക്കറും. ഇൻഡക്ഷൻ കുക്കറിൽ ഉപയോഗിക്കുന്നത് എഡ്ഡി കറണ്ട്, താപം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് മൈക്രോവേവ് ഓവനിൽ മൈക്രോവേവ് തരംഗമാണ്. ഇനി വൈദ്യുതിയുടെ താപഫലത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഉപകരണം. വൈദ്യുതിയുടെ താപഫലത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് എന്ത്? ഫ്യൂസ്, സുരക്ഷാ ഫ്യൂസ്. എന്തായി സുരക്ഷാ ഫ്യൂസ് ചെയ്യുന്നത്? ഒരു സർക്യൂട്ടിലൂടെയുള്ള അമിത വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നത് മൂലം, ഒരു സർക്യൂട്ടിലൂടെ അമിത വൈദ്യുത പ്രവാഹം വരുമ്പോൾ അതുമൂലമുള്ള അപകടങ്ങളിൽ നിന്ന് നമ്മുടെ ഉപകരണങ്ങളെയും നമ്മളെയൊക്കെ സംരക്ഷിക്കാനുള്ള സംവിധാനമാണ്. നമ്മൾ വീടുകളിലൊക്കെ വയർ ചെയ്യുമ്പോഴത്തേനും ഫ്യൂസ് കെട്ടും, സുരക്ഷാ ഫ്യൂസ് കെട്ടിയിരിക്കും. കറണ്ടൊക്കെ ഒത്തിരി കയറി വന്നാൽ ആ ഫ്യൂസ് അടിച്ചു പോകും. അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അത് തന്നെ. അപ്പം ഒരു സർക്യൂട്ടിലൂടെയുള്ള അമിത വൈദ്യുതി, ഇപ്പോൾ ഇടിയൊക്കെ വെട്ടുമ്പോഴത്തേനും പെട്ടെന്ന് ഇങ്ങനെ കറണ്ട് വരത്തില്ലേ? അപ്പം നമ്മുടെ ഫ്യൂസൊക്കെ ചിലപ്പം അതിനിപ്പം മെയിൻ സ്വിച്ചിൽ ഒരു സംവിധാനമൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കലി ഓഫായി പോകുന്ന സംവിധാനമൊക്കെ ഉണ്ടല്ലേ? അപ്പോൾ ഒരു സർക്യൂട്ടിലൂടെയുള്ള അമിത വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നത് മൂലമുള്ള അപകടങ്ങളിൽ നിന്ന് നമ്മളെയും നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങളെയും ഒക്കെ സംരക്ഷിക്കാനുള്ള സംവിധാനം അതാണ് സുരക്ഷാ ഫ്യൂസ്. ഈ സുരക്ഷാ ഫ്യൂസിന് പ്രധാനപ്പെട്ട ഭാഗം എന്താ? പ്രധാന ഭാഗമായ ലോഹസങ്കരം. സുരക്ഷാ ഫ്യൂസിൻ്റെ പ്രധാന ഭാഗമായ ലോഹസങ്കരമാണ് ഫ്യൂസ് വയർ.
അപ്പോൾ ഇതിനകത്ത് ഫ്യൂസ് വയർ കെട്ടിവെക്കും, അതാണ് പൊട്ടിപ്പോകുന്നത് അല്ലേ? ഫ്യൂസ് കത്തിപ്പോകുന്നത് എന്താ? ആ കമ്പി പൊട്ടിപ്പോവും കറണ്ട് കയറി വരുമ്പോഴത്തേനും അല്ലേ? സുരക്ഷാ ഫ്യൂസിൻ്റെ പ്രധാന ഭാഗമായ ലോഹസങ്കരം ഫ്യൂസ് വയറാണ്. ഇത് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് തന്നെയാണ്. ടിന്നും ലെഡുമാണ്. ഫ്യൂസ് വയർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ടിന്നും ലെഡും. ഫ്യൂസ് വയറിൻ്റെ ദ്രവണാങ്കം എന്താണ്? വളരെ കുറവാണ്. അപ്പം ആ പോയിന്റ് ഓർത്തിരിക്കുക. ഫ്യൂസ് വയർ നിർമ്മിക്കാൻ ടിന്നും ലെഡും. ഇനി ഓരോ ഉപകരണത്തിൻ്റെ പവറും അതിൽ നൽകുന്ന വോൾട്ടേജും തമ്മിലുള്ള അനുപാതമാണെന്ത്? ഓരോ ഉപകരണത്തിൻ്റെ പവറും അതിൽ നൽകുന്ന വോൾട്ടേജും തമ്മിലുള്ള അനുപാതമാണ് ആംപിയറേജ്. ഒരു യൂണിറ്റ് സമയത്തിൽ ചെയ്യുന്ന പ്രവൃത്തി എന്താ? യൂണിറ്റ് സമയത്തിൽ ചെയ്യുന്ന പ്രവൃത്തി അതാണ് പവർ. യൂണിറ്റ് സമയത്തിൽ ചെയ്യുന്ന പ്രവൃത്തിയാണ് എന്ത്? പവർ. യൂണിറ്റ് സമയത്തിൽ ഒരു വൈദ്യുത ഉപകരണം വിനിയോഗിക്കുന്ന വൈദ്യുതോർജം അതാണ് വൈദ്യുത പവർ. യൂണിറ്റ് സമയത്തിൽ ഒരു വൈദ്യുത ഉപകരണം ഉപയോഗിക്കുന്ന വൈദ്യുതോർജ്ജമാണ് എന്ത്? വൈദ്യുത പവർ എന്ന് പറയുന്നത്. പവർ കണ്ടുപിടിക്കുന്ന പ്രവൃത്തി ഡിവൈഡഡ് ബൈ ടൈം ആണ്. പ്രവൃത്തി ഡിവൈഡഡ് ബൈ ടൈം. പവർ കണ്ടുപിടിക്കുന്ന എങ്ങനെയാ? പ്രവൃത്തി ഡിവൈഡഡ് ബൈ ടൈം. ഇനി വൈദ്യുത പവറിൻ്റെ യൂണിറ്റ് എന്താ? വാട്ടാണ്, അല്ലെങ്കിൽ W, ക്യാപിറ്റൽ ലെറ്റർ W അല്ലേ? വൈദ്യുത പവറിൻ്റെ യൂണിറ്റ് വാട്ടാണ്. അടുത്ത നോക്കിക്കോണേ. ഇൻകാൻഡസെൻ്റ് ലാമ്പുകൾക്ക് ഉദാഹരണം എന്താ? ഇൻകാൻഡസെൻ്റ് ലാമ്പുകൾ ഉദാഹരണം എന്തായിരിക്കും? ഇൻകാൻഡസെൻ്റ് ലാമ്പുകൾക്ക് ഉദാഹരണം എന്നാന്ന് നമ്മളോട് PSC ചോദിക്കണം. നമ്മുടെ ആൻസർ എന്താ? നമ്മളീ പണ്ട് ഒരു മഞ്ഞ വെട്ടമൊക്കെ വരുന്നൊരു ബൾബില്ലേ, ഫിലമെൻ്റ് ബൾബ്, കറണ്ടൊക്കെ ഒത്തിരി തിന്നുന്ന അല്ലേ? ഫിലമെൻ്റ് ലാമ്പാണ്. ഇൻകാൻഡസെൻ്റ് ലാമ്പുകൾക്കൊരു ഉദാഹരണം എന്താ? ഫിലമെൻ്റ് ലാമ്പാണ്. ഇൻകാൻഡസെൻ്റ് ലാമ്പുകളിൽ ഫിലമെൻ്റായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? ടങ്സ്റ്റൺ. ഇൻകാൻഡസെൻ്റ് ലാമ്പുകളിൽ ഫിലമെൻ്റായിട്ട് ഉപയോഗിക്കുന്നത് ടങ്സ്റ്റൺ ആണ്. ഫിലമെൻറ്റിൽ എന്ത് തടയാനാണ് ബൾബിൻ്റെ അകവശം വായുശൂന്യമാക്കുന്നത്? ഫിലമെൻ്റ് ലാമ്പിൽ എന്ത് തടയാനാണ് ബൾബിൻ്റെ അകവശം വായുശൂന്യമാക്കുന്നത്? ഓക്സീകരണം തടയാൻ വേണ്ടിയാണ്. ഓക്സീകരണം തടയാനാണ് കേട്ടോ. ഇവിടെ എഴുതിയിട്ടുണ്ട്, നോക്കോണേ. ഫിലമെൻറ്റിൽ എന്ത് തടയാനാണ് ബൾബിനകവശം വായുശൂന്യമാക്കുന്നത്? ഓക്സീകരണം തടയാനാണ്. ഇനി ബൾബിൽ അലസവാതകം നിറയ്ക്കാൻ കാരണം എന്താ? ബൾബിൽ അലസവാതകം നിറയ്ക്കാൻ കാരണം, ആർഗണൊക്കെ നിറയ്ക്കത്തില്ലേ, എന്താ? അത് ബാഷ്പീകരണം പരമാവധി കുറയ്ക്കാൻ വേണ്ടിയാണ്. ഫിലമെൻ്റ് ബൾബിൽ അലസവാതകം നിറയ്ക്കാൻ കാരണം എന്താണ്? ബാഷ്പീകരണം പരമാവധി കുറയ്ക്കാനാണ്. അപ്പോൾ ഫിലമെൻറ്റിൽ എന്ത് തടയാനാണ് ബൾബിനകവശം വായുശൂന്യമാക്കുന്ന ഓക്സീകരണം തടയാൻ? ബൾബിൽ അലസവാതകം നിറയ്ക്കുന്നതിന് കാരണം ബാഷ്പീകരണം പരമാവധി കുറയാനാണ്. ഇനി ഒരു ഗ്ലാസ് ട്യൂബിനുള്ളിൽ ഇലക്ട്രോഡുകൾ അടക്കം ചെയ്ത ലാമ്പുകളെ നമുക്കെന്ത് പറയാം? ഡിസ്ചാർജ് ലാമ്പ് എന്ന് പറയാം. ഒരു ഗ്ലാസ് ട്യൂബിനുള്ളിൽ ഇലക്ട്രോഡുകൾ അടക്കം ചെയ്ത ലാമ്പുകളെ ഡിസ്ചാർജ് ലാമ്പ് എന്ന് പറയാം. ഇതിന് എക്സാമ്പിളാണ് ഏത്? സോഡിയം വേപ്പർ ലാമ്പ്, ആർക്ക് ലാമ്പ്, ഫ്ലൂറസെൻ്റ് ലാമ്പ്, അതുപോലെ തന്നെ എന്താ CFL ഇല്ലേ, CFL ലാമ്പ്. അതെല്ലാം എന്തിനുദാഹരണമാണ്? ഡിസ്ചാർജ് ലാമ്പുകൾക്ക് ഉദാഹരണമാണ്. ഒരു ഗ്ലാസ് ട്യൂബിനുള്ളിൽ ഇലക്ട്രോഡുകൾ അടക്കം ചെയ്ത ലാമ്പുകളാണ് ഡിസ്ചാർജ് ലാമ്പുകൾ. അതിന് എക്സാമ്പിൾ അറിയാമല്ലോ അല്ലേ? ആ പോയിൻ്റ് അവിടെ ഓർത്തിരിക്കാം. അടുത്ത പോയിൻ്റ് നോക്കിയേ. ഇനിയുള്ളതാണ് LED ബൾബ്. LED ബൾബ് അല്ലെങ്കിൽ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ഇതിൻ്റെ ഫുൾ ഫോം PSC ചോദിച്ചിട്ടുണ്ട്. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്, LED ബൾബ്. അത് ഇൻകാൻഡസെൻ്റ് ലാമ്പുകളെക്കാളും ഡിസ്ചാർജ് ലാമ്പുകളെക്കാളും കുറഞ്ഞ പവറിൽ പ്രവർത്തിക്കുകയും കൂടുതൽ പ്രകാശം തരികയും ചെയ്യുന്ന ഒരു പ്രകാശിക ഉപകരണമാണെന്ത്? LED ബൾബ് എന്ന് പറയുന്നത്. ഇത് നമുക്കധികം കറണ്ടൊന്നും ആകത്തില്ല.
ഓക്കെ, ഇൻകാൻഡസെൻ്റ് ലാമ്പിന് ഉദാഹരണം നമ്മൾ പഠിച്ചു. ഏതാ? ഫിലമെൻ്റ് ലാമ്പ്. പിന്നെ ഡിസ്ചാർജ് ലാമ്പ് എന്താണെന്ന് പഠിച്ചായിരുന്നു. സോഡിയം വേപ്പർ ലാമ്പ്, ആർക്ക് ലാമ്പ്, ഫ്ലൂറസെൻ്റ് ലാമ്പ്, CFL. ഓക്കെ, ഇനി LED ബൾബ്, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ബൾബ്. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്താ? അത് ഇൻകാൻഡസെൻ്റ് ലാമ്പിനെക്കാട്ടിലും അല്ലെങ്കിൽ ഡിസ്ചാർജ് ലാമ്പിനെക്കാട്ടിലും കുറഞ്ഞ പവറിൽ പ്രവർത്തിക്കുകയും കൂടുതൽ പ്രകാശം തരികയും ചെയ്യുന്നതാണ് LED ബൾബ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും പോയിൻ്റ് അവിടെ ഓർത്തിരിക്കുക. ഇനിയുണ്ടല്ലോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. വൈദ്യുതി അടുത്ത ചാപ്റ്ററാണ് കേട്ടോ. വൈദ്യുത കാന്തിക ഫലം എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിനടുത്തിരിക്കുന്ന കാന്തസൂചികയ്ക്ക് കാന്തസൂചിക്ക് വിഭ്രംശം ഉണ്ടാകുമെന്ന് 1820 കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ഹാൻസ് ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ്. വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിനടുത്തിരിക്കുന്ന കാന്തസൂചി, വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകം അവിടെ ഇരിക്കുന്നു, അതിന് തൊട്ടടുത്തൊരു കാന്തസൂചി ഇരിക്കുന്നു. അതിനെന്ത് സംഭവിക്കും? വിഭ്രംശം ഉണ്ടാകുമെന്ന് 1820 കണ്ടെത്തിയതാണ് ആര്? ഹാൻസ് ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ്. വൈദ്യുതിയും കാന്തികതയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെക്കുറിച്ച് ആദ്യമായി മനസ്സിലാക്കി. വൈദ്യുതിയും കാന്തികതയും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് എന്ന് ആദ്യം മനസ്സിലാക്കിയ ഇദ്ദേഹം തന്നെയാണ്. വൈദ്യുതിയും കാന്തികതയും തമ്മിൽ അഭേദ്യമായ ബന്ധം ഉണ്ടെന്ന് ആദ്യമായി മനസ്സിലാക്കിയതും ഇദ്ദേഹം തന്നെയാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങളാണ് റേഡിയോ, TV, ഫൈബർ ഓപ്റ്റിക്സ് തുടങ്ങിയ ടെക്നോളജികൾക്ക് തുടക്കമിട്ടത്. ആരുടെ കണ്ടുപിടുത്തം? ഹാൻസ് ഈസ്റ്റഡിൻ്റെ. ഇവിടെ ഇമ്പോർട്ടൻ്റ് ഒരു പോയിൻ്റ്, കാന്തിക മണ്ഡലത്തിലെ തീവ്രതയുടെ യൂണിറ്റ്, തീവ്രത എന്നാണ്. കാന്തിക മണ്ഡലത്തിലെ തീവ്രതയുടെ CGS യൂണിറ്റ് എന്താണ്? അതാണ് ഈസ്റ്റഡ്. കാന്തിക മണ്ഡലത്തിലെ തീവ്രതയുടെ CGS യൂണിറ്റ് എന്താണ്? അത് ഈസ്റ്റഡാണ്. വലതുകൈ പെരുവിരൽ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ. വലതുകൈ പെരുവിരൽ നിയമം ആരുമായിട്ട് ബന്ധപ്പെട്ടതാ? ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ. അങ്ങനെ ചോദിച്ചാലോ ഇനി അല്ലേ? ടെക്സ്റ്റ് ബുക്കിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരാം കേട്ടോ. വലതുകൈ പെരുവിരൽ, ഇതിപ്പോൾ ഈ എക്സാമിന് തന്നെ എല്ലാം +2 ലെവലിലും ഡിഗ്രി ലെവലിലും എല്ലാം വരാവേ. ഓക്കെ, വലതുകൈ പെരുവിരൽ നിയമം ആവിഷ്കരിച്ചത് ആരാണ്? ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ ആണ്. ഓക്കെ, എന്താ വലതുകൈ പെരുവിരൽ നിയമം നോക്കിയാൽ? തള്ളവിരൽ വൈദ്യുത പ്രവാഹ ദിശയിൽ വരത്തക്ക രീതിയിൽ ചാലകത്തെ വലതുകൈ കൊണ്ട് പിടിക്കുന്നതായി സങ്കല്പിച്ചാൽ ചാലകത്തെ ചുറ്റിപ്പിടിച്ച് മറ്റു വിരലുകൾ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയിലായിരിക്കും. തള്ളവിരൽ വൈദ്യുത പ്രവാഹ ദിശയ്ക്ക് വരത്തക്ക രീതിയിൽ ചാലകത്തെ വലതുകൈ കൊണ്ട് പിടിക്കുന്നതായി സങ്കല്പിച്ചാൽ ചാലകത്തെ ചുറ്റിപ്പിടിച്ച മറ്റു വിരലുകൾ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയിലായിരിക്കും. അതൊന്ന് ഓർത്തിരിക്കുക. വലംപിരി സ്ക്രൂ നിയമം എന്നൊക്കെ അറിയപ്പെടുന്ന ഇത് തന്നെയാണ്. വലംപിരി സ്ക്രൂ നിയമം എന്നൊക്കെ അറിയപ്പെടുന്നത്. ഓക്കെ, ഇവിടെ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് എന്താ? വലതുകൈ പെരുവിരൽ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാര്, അല്ലെങ്കിൽ വലംപിരി സ്ക്രൂ നിയമം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ കേട്ടോ. അതാണ് ഇമ്പോർട്ടൻ്റ്. അടുത്ത് നോക്കിയേ, വൈദ്യുതിയുടെ കാന്തിക ഫലം പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങളിൽ ചലനദിശ കണ്ടെത്താൻ സഹായകമായ നിയമം. വൈദ്യുതിയുടെ കാന്തിക ഫലം പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങളിൽ ചലനദിശ കണ്ടെത്താൻ സഹായമായ നിയമം ഫ്ലെമിങ്ങിൻ്റെ ഇടതുകൈ നിയമം. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. എന്താ പറഞ്ഞത്? വൈദ്യുതിയുടെ കാന്തിക ഫലം പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങളിൽ ചലനദിശ കണ്ടെത്താൻ സഹായമാക്കുന്നത്. അപ്പോൾ ഇടതുകൈ നിയമം ആരുമായിട്ട് ബന്ധപ്പെട്ടു? ഫ്ലെമിങ്. ആ പോയിൻ്റ് അവിടെ നിന്ന് ഓർത്തിരിക്കാം. ഇനി സോളാർ സെല്ലിലെ ഊർജ്ജമാറ്റം എന്താണ്? സോളാർ സെല്ലിലെ ഊർജ്ജമാറ്റം പ്രകാശോർജം വൈദ്യുതോർജ്ജമായി മാറുന്നു. ഒരു സർക്യൂട്ടിലെ നേരിയ കറണ്ടിൻ്റെ സാന്നിധ്യവും ദിശയും മനസ്സിലാക്കാനുള്ള ഉപകരണം എന്താ? ഒരു സർക്യൂട്ടിലെ നേരിയ കറണ്ടിൻ്റെ സാന്നിധ്യവും ദിശയും മനസ്സിലാക്കാനുള്ള ഉപകരണമാണ് ഗാൽവനോമീറ്റർ.
ഒരു സർക്യൂട്ടിലെ നേരിയ കറണ്ടിൻ്റെ സാന്നിധ്യം ഗാൽവനോമീറ്റർ. ഒരു ചാലകവുമായി ബന്ധപ്പെട്ട കാന്തിക ഫ്ലക്സിൽ മാറ്റമുണ്ടാക്കുന്നതിൻ്റെ ഫലമായി ചാലകത്തിലൊരു EMF പ്രേരണ ചെയ്യപ്പെടുന്നു. അതാണ് വൈദ്യുത കാന്തിക പ്രേരണം. ആ തത്വം മൈക്കൽ ഫാരഡേ ആണ്. എന്താ പറഞ്ഞേ? ഒരു ചാലകവുമായി ബന്ധപ്പെട്ട കാന്തിക ഫ്ലക്സിൽ മാറ്റമുണ്ടാകുന്നതിൻ്റെ ഫലമായി ചാലകത്തിൽ ഒരു EMF പ്രേരണ ചെയ്യപ്പെടുന്നു. അതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇത് മുഖേന പ്രവർത്തിക്കുന്ന ഒരു യന്ത്രത്തിന് ഉദാഹരണം എന്താ? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ജനറേറ്റർ അങ്ങനെ PSC ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വൈദ്യുത കാന്തിക പ്രേരണം ഉപയോഗിച്ച് അതിനൊരു എക്സാമ്പിളായ ഉപകരണം ഏതാ? ആ തത്വം ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഉപകരണം ഏതാ? അത് ജനറേറ്ററാണ്. ഓക്കെ. ഇനി തുടർച്ചയായി ഒരേ ദിശയിൽ പ്രവഹിക്കുന്ന വൈദ്യുതി എന്താ? തുടർച്ചയായി ഒരേ ദിശയിൽ പ്രവഹിക്കുന്ന വൈദ്യുതി നേർരേഖ വൈദ്യുതി അല്ലെങ്കിൽ ഡയറക്റ്റ് കറണ്ട്. തുടർച്ചയായി ഒരേ ദിശയിൽ പ്രവഹിക്കുന്ന വൈദ്യുതി എന്താ? നേർരേഖ വൈദ്യുതി അല്ലെങ്കിൽ DC ഡയറക്റ്റ് കറണ്ട്. എക്സാമ്പിൾ എന്താ ഇതിന്? മൊബൈൽ ഫോൺ ബാറ്ററിയിൽ നിന്ന് ലഭ്യമാകുന്ന കറണ്ട് അതിന് എക്സാമ്പിളാണ്. മൊബൈൽ ഫോൺ ബാറ്ററിയിൽ നിന്ന് ലഭിക്കുന്നത് DC. ഇനി ക്രമമെന്നാണ് കേട്ടോ. ക്രമമായ ഇടവേളകളിൽ തുടർച്ചയായി ദിശ മാറിക്കൊണ്ടിരിക്കുന്ന വൈദ്യുതിയെ നമുക്കെന്ത് പറയാം? ക്രമമായ ഇടവേളകളിൽ തുടർച്ചയായി ദിശ മാറിക്കൊണ്ടിരിക്കുന്ന വൈദ്യുതിയെ എന്താ പറയുന്നത്? പ്രത്യാവർത്തിധാരാ വൈദ്യുതി. എന്താണ്? പ്രത്യാവർത്തിധാരാ വൈദ്യുതി അല്ലെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലെ AC. ഇതിന് ഉദാഹരണമാണ് നമ്മുടെ വീടുകളിൽ ലഭിക്കുന്ന വൈദ്യുതി. അപ്പം തുടർച്ചയായി ഒരേ ദിശയിൽ പ്രവഹിക്കുന്ന വൈദ്യുതി നേർധാരാ വൈദ്യുതി അല്ലെ ഡയറക്റ്റ് കറണ്ട്. ക്രമമായ ഇടവേളകളിൽ തുടർച്ചയായി ദിശ മാറിക്കൊണ്ടിരിക്കുന്ന വൈദ്യുതി പ്രത്യാവർത്തിധാരാ വൈദ്യുതി ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. ഇനി വീടുകളിൽ ലഭിക്കുന്നത് ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ് AC-യെ DC ആക്കുന്നത്. AC-യെ DC ആക്കാൻ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് കറണ്ടിനെ ഡയറക്റ്റ് കറണ്ടാക്കി മാറ്റാൻ റെക്ടിഫയറാണ്. ഈ റെക്ടിഫയറിലെ പ്രധാന ഭാഗമാണ് ഡയോഡ്. ഈ ഡയോഡ് എന്താ ചെയ്യുന്നത്? റെക്ടിഫയറിലെ വൈദ്യുതിയെ ഒരേ ദിശയിലേക്ക് മാത്രം കടത്തിവിടും. റെക്ടിഫയറിൽ എന്ത് ചെയ്യും? വൈദ്യുതിയെ ഒരേ ദിശയിലേക്ക് മാത്രം കടത്തിവിടും. ആര്? അത് ഡയോഡ്. റെക്ടിഫയറിൽ വൈദ്യുതിയെ ഒരേ ദിശയിലേക്ക് മാത്രം കടത്തിവിടുന്ന ഡയോഡാണ്. റെക്ടിഫയറിലെ പ്രധാന ഭാഗവും എന്താ? അത് ഡയോഡാണ്. അപ്പം AC-യെ DC ആക്കാൻ റെക്ടിഫയറാ, DC-യെ AC ആക്കാൻ ഓസിലേറ്ററാ. ഇങ്ങനൊരു ചെറിയൊരു മുദ്രാവാക്യ രൂപേണൊക്കെ പഠിച്ചോ കേട്ടോ. AC-യെ DC ആക്കാൻ റെക്ടിഫയറാ, DC-യെ AC ആക്കാൻ ഓസിലേറ്ററാ അല്ലെങ്കിൽ പവർ ഇൻവേർട്ടറാണ്. റെക്ടിഫയറിലെ പ്രധാന ഭാഗം ഡയോഡാണ്. എന്താ ഡയോഡിൻ്റെ പ്രവൃത്തി? റെക്ടിഫയറിൽ വൈദ്യുതിയെ ഒരേ ദിശയിലേക്ക് മാത്രം കടത്തിവിടുന്നു. ഓക്കെ. ഇനി ജനറേറ്ററിൽ ഊർജമാറ്റം എന്താവുന്നു? ഊർജമാറ്റം യാന്ത്രികോർജം വൈദ്യുതോർജമായി മാറുന്നു. ജനറേറ്ററിൽ യാന്ത്രികോർജം വൈദ്യുതോർജമാകുന്നു. എന്താ ജനറേറ്റർ എങ്ങനെയാ? കാന്തത്തിൻ്റെയോ കമ്പിച്ചുരുളിൻ്റെയോ ചലനം മൂലം തുടർച്ചയായി വൈദ്യുതി ലഭ്യമാക്കുന്ന ഉപകരണത്തിന് ഉദാഹരണമാണെന്ത്? ജനറേറ്റർ അല്ലെങ്കിൽ സൈക്കിൾ ഡൈനാമോ എന്ന് പറയുന്നത്. അപ്പോൾ യാന്ത്രികോർജം എന്തായി മാറുന്നു? ഇവിടെ ജനറേറ്ററിൽ യാന്ത്രികോർജം വൈദ്യുതോർജമാകുന്നു. ഇത് ഏതിന് ഉദാഹരണമെന്നാണ് നമ്മൾ ആദ്യം പറഞ്ഞേ? വൈദ്യുത കാന്തിക പ്രേരണം പ്രയോജനപ്പെടുത്തി യാന്ത്രികോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്ന ഉപകരണമാണ് ഏത്? ജനറേറ്റർ എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? ഓക്കെ. അപ്പോൾ ജനറേറ്ററിൽ ഊർജ്ജമാറ്റം യാന്ത്രികോർജം വൈദ്യുതോർജമായി മാറുന്നു. നമ്മൾ പഠിച്ചതാണ്. ഇനി നോക്കിക്കോണേ. സമീപനങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന രണ്ട് കമ്പിച്ചുരുളുകളിൽ ഒന്നിലെ വൈദ്യുത പ്രവാഹ
തീവ്രതയിലോ ദിശയിലോ മാറ്റമുണ്ടാകുമ്പോൾ സമീപനങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന 2 കമ്പിച്ചുരുളുകളിൽ ഒന്നിലെ വൈദ്യുത പ്രവാഹ തീവ്രതയിലോ ദിശയിലോ മാറ്റമുണ്ടാകുമ്പോൾ അതിന് ചുറ്റുമുള്ള കാന്തിക ഫ്ലക്സിന് മാറ്റമുണ്ടാകുന്നതിൻ്റെ ഫലമായി രണ്ടാമത്തെ കമ്പിച്ചുരുളിലും ഒരു EMF പ്രേരിതമാകുന്നു. അതാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. എന്താ പറഞ്ഞ മ്യൂച്വൽ ഇൻഡക്ഷൻ? സമീപസ്ഥങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന 2 കമ്പിച്ചുരുളുകളിൽ ഒന്നിലെ വൈദ്യുത പ്രവാഹ തീവ്രതയിലോ ദിശയിലോ മാറ്റമുണ്ടാകുമ്പോൾ അതിന് ചുറ്റുമുള്ള ഫ്ലക്സിന് മാറ്റമുണ്ടാകുന്നതിൻ്റെ ഫലമായി രണ്ടാമത്തെ കമ്പിച്ചുരുളിലും ഒരു EMF പ്രേരിതമാകും. അതാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ഇതുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ട പ്രധാന പോയിന്റ്, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഉപകരണം, അതായത് മ്യൂച്വൽ ഇൻഡക്ഷൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നത് ട്രാൻസ്ഫോമറാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അടുത്തത് വൈദ്യുതോർജ്ജം അളക്കാനുള്ള ഉപകരണമാണ് വാട്ട് അവർ മീറ്റർ. വൈദ്യുതോർജ്ജത്തിൻ്റെ വ്യാവസായിക യൂണിറ്റോ കിലോവാട്ട് അവറാണ്. വൈദ്യുതോർജ്ജത്തിൻ്റെ വ്യാവസായിക യൂണിറ്റ് കിലോവാട്ട് അവർ. വൈദ്യുതോർജ്ജം അളക്കാൻ വാട്ട് അവർ മീറ്റർ. വൈദ്യുതോർജ്ജത്തിൻ്റെ വ്യാവസായിക യൂണിറ്റ് കിലോവാട്ട് അവറാണ്. അടുത്ത പോയിന്റ്, ഫ്യൂസ് വയറിന് പകരമായി ശാഖാ സർക്യൂട്ടുകളിൽ ഉപയോഗിക്കുന്ന സംവിധാനം എന്താ? ഫ്യൂസ് വയറിന് പകരമായിട്ട് ശാഖാ സർക്യൂട്ടുകളിൽ ഉപയോഗിക്കുന്ന സംവിധാനമാണ് MCB അല്ലെങ്കിൽ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. അതായത് ഒരു സർക്യൂട്ടിൽ ഷോർട്ട് സർക്യൂട്ട്, ഓവർലോഡ് എന്നിവ മൂലം അമിത വൈദ്യുത പ്രവാഹം ഉണ്ടാകുമ്പോൾ സ്വയം നിയന്ത്രിതമായി സർക്യൂട്ട് വിച്ഛേദിക്കുന്ന ഉപകരണമാണ് മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. എന്താ പറഞ്ഞേ? ഒരു സർക്യൂട്ടിൽ ഷോർട്ട് സർക്യൂട്ട്, ഓവർലോഡ് എന്നിവ മൂലം അമിത വൈദ്യുത പ്രവാഹം ഉണ്ടാകുമ്പോൾ സ്വയം നിയന്ത്രിതമായി സർക്യൂട്ടിനെ വിച്ഛേദിക്കുന്ന ഉപകരണമാണ് മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. അപ്പം ഫ്യൂസിന് പകരമായി ശാഖാ സർക്യൂട്ടുകളിൽ ഉപയോഗിക്കുന്ന സംവിധാനം എന്താ? ഇത് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ, MCB. അതുപോലെ തന്നെ വൈദ്യുതിയുടെ താപഫലവും കാന്തിക ഫലവും ഉപയോഗപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഉപകരണമെന്ന് ചോദിച്ചാലും വൈദ്യുതിയുടെ താപഫലവും കാന്തിക ഫലവും ഉപയോഗപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഉപകരണം ഏത്? അതും മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കറാണ്. ഇന്ത്യൻ ഇലക്ട്രിസിറ്റി നിയമങ്ങൾ നിലവിൽ വന്ന വർഷം, ഇന്ത്യൻ ഇലക്ട്രിസിറ്റി നിയമങ്ങൾ 1956 അപ്പോൾ ഇത് ആദ്യത്തെ ഭാഗമാണ്. അടുത്ത ഭാഗം ഞാൻ ഉടനെ തരുന്നതായിരിക്കും കേട്ടോ. ചാപ്റ്ററിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി പിന്നെ ഓരോന്നിൻ്റെ യൂണിറ്റുകളും അതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ തരാവേ. പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്